ഹലോ, അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചൂടൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ നല്ല ചൂടാട്ടോ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ പാലക്കാട്ടിൽ നല്ല അടിപൊളി ചൂടാണ്. അതിനടുത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഗാർഡനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കാനും അതിനെ വളർത്തിയെടുക്കാനൊക്കെ ഈ സമയത്ത് നല്ല പാടാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെ ഗാർഡനിലത്തെ ചെടികളൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിൽ കൊള്ളുമ്പോഴേക്കും വാടിപ്പോണ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. അവർക്കാണെങ്കിൽ എത്ര വെള്ളം നനച്ച് കൊടുത്തിട്ടും ഒരു കാര്യമില്ല. ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും വാടിയതാ ഇതുപോലെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വെള്ളം നനച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളം നനച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ എല്ലാ ഗാർഡൻ്റെ വീഡിയോയിലും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഇരട്ടി വെയിലാണ് ആ ഒരു സ്ഥലത്ത് വരാൻ പോണത്. അവിടെ നിന്ന് നിൽക്കാനേ പറ്റാത്ത അത്രയും ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ ഗാർഡനും ചെടികളൊക്കെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കണേ. എന്താവുന്നൊരു പിടുത്തമില്ല. ഈ വെയിൽ കഴിയുമ്പോഴേക്കും നമ്മുടെ ഗാർഡൻ എങ്ങനെയാവും എന്നുള്ളതിലും ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ ആകെ എനിക്കൊരു സമാധാനം ഈ ഹാങ്ങിങ് ബോർഡ്സിൽ ചെടികൾ കാണുമ്പോൾ കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ആമ്പലക്കുളത്തിൽ ഒന്നരാടം വെള്ളം നനച്ചില്ലെങ്കിൽ നല്ലോണം വെള്ളം വറ്റിപ്പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള വീഡിയോസ് ഉടനെ വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ കുറച്ച് ശത്രുക്കളുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ശത്രുക്കളല്ല, ചെറിയ ശത്രുക്കൾ. അവരാണ് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത്. ഇവരെ ആട്ടി വിടുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരിപാടി കേട്ടോ. കാരണം വേറൊന്നല്ല, നമ്മുടെ ഗാർഡനിലെ ഏതെങ്കിലും ഒരു നല്ല ചെടി ഇവരുടെ കണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെടിയെ നോക്കണ്ട, അത് പോയി എന്ന് വിചാരിച്ചാൽ മതി.